ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു ഗെയിൻ മൈലേജ്. നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ മൈലേജ് ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് വണ്ടി ഓടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിൽ 3 കാരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഓക്കെ, മൈലേജ് ഗെയിൻ ചെയ്യാൻ പറ്റിയ വഴികൾ 3 വഴികളാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അതിൽ 3ാമത്തെ വഴി എന്ന് പറയുന്നത് ഹോണ്ട ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. സോ ഫസ്റ്റ് വൺ, എല്ലാവരും R200 എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുക. മൈലേജ് ഡ്രോപ്പ് വരുന്നുണ്ട്. കാരണം ഞാൻ ഫേസ് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് 8ഉം 9ഉം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ജസ്റ്റ് ഒരു എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് 10ഉം 12 വരെ കിട്ടിയതാണ് സിറ്റി ഡ്രൈവിൽ. 12 വരെ എനിക്ക് മൈലേജ് ഗെയിൻ ചെയ്യാൻ പറ്റി സിറ്റി ഡ്രൈവിൽ. സോ എല്ലാവരും എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുക. എയർ ഫിൽറ്റർ എയർ ഇൻടേക്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പെർഫോമൻസ് ഡ്രോപ്പും അതുപോലെ തന്നെ മൈലേജ് ഡ്രോപ്പും വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ഏകദേശം 500 രൂപയെ വരുന്നുള്ളൂ. അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പം കൊണ്ടാണെങ്കിൽ നമുക്കൊരു മൈലേജ് ഗെയിൻ ചെയ്യാൻ പറ്റും, നല്ലൊരു മൈലേജ്. പിന്നെ രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. പലരും പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാറില്ല, വലിച്ചു കുറച്ചൊക്കെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതും മൈലേജ് കുറയാനുള്ളൊരു റീസൺ തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ നല്ലൊരു സ്പീഡ് ഗെയിൻ ചെയ്യുമ്പോൾ നമുക്ക് വലിച്ചു കുറച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഫ്യൂൽ കമ്പഷൻ നടക്കില്ല. സോ മൈലേജ് ഡ്രോപ്പ് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹൈവേയിൽ ടോപ്പ് ഗിയർ ആണെങ്കിൽ 5th ഗിയർ ആണെങ്കിൽ ഏകദേശം 60 to 80 km/h സ്പീഡിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മൈലേജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ മൈലേജ് ഗെയിൻ ചെയ്യാൻ പറ്റും 3ാമത്തെ വഴി. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഫ്യൂവൽ ഒന്നും കാണിക്കുന്നില്ലല്ലോ. സംഗതി ഇപ്പോൾ കാണാൻ പറ്റും, ഇവിടെ ഫ്യൂവൽ ഒന്നും കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാവേ. സംഗതി നമ്മൾ ഫ്യൂവൽ അടിക്കുന്ന സമയത്ത് എൻജിൻ ഓണാക്കി ഇടരുത്. ചില കാസിലുള്ളൂ കേട്ടോ ഈ പ്രശ്നം. എൻജിൻ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂവൽ കറക്റ്റായിട്ട് റീഡ് ആകത്തില്ല ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ. എല്ലാ കാസിലൊന്നും ഇല്ല, ചില കാറിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 3ാമത്തെ പ്രശ്നം മൈലേജ് കിട്ടാത്തതിൻ്റെ. അതിനുള്ള സൊല്യൂഷൻ, 3ാമത്തെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈറ്റിംഗ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് കാണാൻ പറ്റില്ലേ. ശരിക്കും പറയുന്നത് ഇതൊരു ആംബിയൻ ലൈറ്റിംഗ് ആണ് എന്നാണ് മിക്ക ഹോണ്ട യൂസേഴ്സും വിചാരിച്ച് വെച്ചിരുന്നത്. ഞാനും വിചാരിച്ച് വെച്ചിരുന്നത് ഒരു 2 മാസം മുമ്പ് വരെ. മീൻസ് എനിക്ക് ഹോണ്ടയുടെ ഷോറൂമിൽ സർവീസിന് എടുക്കുന്ന നേരത്താണ് അവിടുത്തെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഇത് ജസ്റ്റ് ഒരു ആംബിയൻ ലൈറ്റിംഗ് മാത്രമല്ല, ഇതൊരു ഡ്രൈവർ ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. നമ്മൾ വണ്ടി തന്നെ നമുക്കൊരു ഇൻഡിക്കേഷൻ തരുവാണ്. ഇത് നിങ്ങൾ ഓടിക്കുന്ന ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടാണോ അതോ വലിച്ചു പറിച്ച് മീൻസ് പവർ ഗെയിൻ ചെയ്തിട്ടാണോ നമ്മൾ ഓടിക്കുന്നത് എന്നൊരു വണ്ടി തന്നെ നമുക്ക് ഫീഡ്ബാക്ക് തരുവാണ്, നിങ്ങൾ നല്ലപോലാണോ ഓടിക്കുന്നതെന്നൊക്കെ. ഇതിൽ 3 കളേഴ്സാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് ഈ ഒരു ഡാർക്ക് ബ്ലൂ. സംഗതി ഇത് വണ്ടി ഐഡിയലാണ്. മീൻസ് വണ്ടി ഞാൻ ഓടായിട്ടേക്കാണ്, അതുകൊണ്ടാണ് ബ്ലൂ കളർ കത്തി കിടക്കുന്നത്. പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ കളറുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ കളറുണ്ട്. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാവേ. ഇതിൽ 3 കളേഴ്സാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞു. മീൻസ് ഒരു ലൈറ്റ് ബ്ലൂ കളറുണ്ട്, ഈ കാണുന്നൊരു ഡാർക്ക് ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ കളറുണ്ട്. ഗ്രീൻ കളർ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഫ്യൂൽ എക്കണോമിയാണ്. അത് മാക്സിമം ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് തരുന്നുണ്ട് എന്നൊരു ഇൻഡിക്കേഷനാണ് ഈ ഒരു ഗ്രീൻ കളർ ഇവിടെ കത്തുന്നുണ്ടെങ്കിൽ വണ്ടി നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അത് അങ്ങനെ മീൻസ് ആ ഒരു ബ്ലൂ കളർ കത്തിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഫ്യൂൽ എഫിഷ്യൻസി ഈ ഒരു വണ്ടി കമ്പനി പറയുന്നത് 17.5 km/L ആണെങ്കിൽ ആ ഒരു മൈലേജിന് നമുക്ക് കിട്ടും ഒരു ഗ്രീൻ കളർ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഓടിക്കുവാണെങ്കിൽ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മുമ്പേ സെക്കൻഡ് ഒരു സൊല്യൂഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി 5th ഗിയറിൽ 60 to 80 km/h ഓടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ മൈലേജ് കിട്ടുമെന്ന്. ആ ഒരു കിലോമീറ്ററിൽ ഞാൻ ഓടിച്ച് കാണിക്കാം. അപ്പോൾ ഇത് ഗ്രീൻ ലൈറ്റ് കത്തി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ ഏകദേശം മനസ്സിലായല്ലോ 3ാമത്തെ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഹോണ്ട യൂസേഴ്സാണ് മെയിനായിട്ട് ഉപകാരപ്പെടും. നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. 60-ൽ 5th ഇടുവാണ്, കണ്ടോ. നിങ്ങൾക്ക് എപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യണം എന്നൊരു ഇൻഡിക്കേഷനും കൂടി ഈ ഒരു ലൈറ്റ് തരുന്നുണ്ട്. നമുക്ക് ഈ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഗിയറിൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് വണ്ടി പോകില്ല. സോ നെക്സ്റ്റ് ഗിയറിലോട്ട് നമ്മൾ ഇടും. അപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങും അതുപോലെ തന്നെ മൈലേജും നമുക്ക് ഈ ഒരു കളർ ഇൻഡിക്കേഷൻ വഴി, ഈ ഒരു 3 കളർ വഴി നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഈ ഒരു ലൈറ്റ് ഫോക്കസ് ചെയ്ത് ഞാൻ ഓടിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ലൊരു മൈലേജ് കണ്ടോ. ഇപ്പോൾ 10.4 ആയി. നമ്മൾ ഈ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു മൈലേജ് എനിക്ക് കിട്ടും. ഇത് അത്യാവശ്യം ചെറിയൊരു റോഡാണ്. ചെറിയ റോഡെന്ന് പറയാൻ പറ്റില്ല, വലിയ തിരക്കും കാര്യങ്ങളും ഇല്ലെങ്കിലും ബ്രേക്കിങ് അതുപോലെ തന്നെ അത്യാവശ്യം വലിയ വളവും കാര്യങ്ങളും ഉള്ള റോഡാണ്. അതുകൊണ്ടാണ് എനിക്ക് 10.5 ഒക്കെ കിട്ടുന്നത്. സോ ആ ഒരു റീസൺ കൊണ്ടാണ്. ഹൈവേ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഹോണ്ട യൂസേഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല മൈലേജ് ഗെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ കളർ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഇപ്പോൾ കാണുന്നത്. മീൻസ് ഞാൻ ഇപ്പോൾ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. കളർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ഗ്രീൻ, ആ ഒരു കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആണോ, ആ ഒരു ഗ്രീൻ കളർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പ്രോപ്പറായിട്ടല്ല ഓടിക്കുന്നത്.
നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഈ ഒരു റോഡിൽ കൂടെ ഞാൻ ആ ഒരു ഗ്രീൻ ലൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചിട്ട് എനിക്ക് 11 വരെ കിട്ടിയിട്ടുണ്ട്. കമ്പനി പറയുന്ന 17 അത് ഈ റോഡിൻ്റെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ചുണ്ട്, അവർ പറഞ്ഞ റീസൺസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഏകദേശം 11 വരെയും കിട്ടി, ഇനിയും കൂടും ഈ ഒരു ഗ്രീൻ ലൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ ഓടിക്കുവാണെങ്കിൽ. എല്ലാം പറയുവാണെങ്കിൽ മീൻസ് ഈ 3 റീസൺ കൊണ്ട് മൈലേജ് ഗെയിൻ ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ അതിൻ്റെ ഒരു നേച്ചർ മീൻസ് നമ്മൾ ഇതുപോലൊരു ചെറിയ റോഡുകൾ ബ്രേക്കിങ്ങും അതുപോലെ ഗിയർ ഡൗൺ ഷിഫ്റ്റും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് തീർച്ചയായിട്ടും മൈലേജ് അത്ര വലിയ മൈലേജ് ഒന്നും കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഒത്തിരി ഗിയർ ഷിഫ്റ്റ് മീൻസ് വളവും തിരിവും ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഹൈവേ ട്രാഫിക് ആണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഡൗൺ ഷിഫ്റ്റ് ഒക്കെ വേണ്ടി വരും. സോ ആ ഒരു സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മൈലേജ് കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന തന്നെ അത്യാവശ്യം നല്ല വളവും കാര്യങ്ങളുണ്ട്, ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. സോ ഈ ഒരു റോഡ് എനിക്ക് പ്രോപ്പർ മൈലേജ് കിട്ടില്ല. ഹൈവേസിലാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഹൈവേ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 ഒരു സൊല്യൂഷൻ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മൈലേജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.